ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്ന കോട്ടയം ഭാഗത്തുള്ള അധികം ആരുടെയും കണ്ണിപ്പെടാത്തൊരു വെള്ളച്ചാട്ടത്തിലോട്ടാണ്. ഇല്ലിക്കക്കല്ലിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാടാമ്പുഴ എന്ന ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കാടാമ്പുഴയിലോട്ടുള്ള വഴിയിലോട്ട് കയറി കേട്ടോ. കട്ട ഓഫ് റോഡാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വഴി ഇഷ്ടപ്പെടും. അതുകൂടാതെ ഇപ്പം മൺസൂണൊക്കെ ആയതുകൊണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികളും എല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ കാണാൻ പറ്റും. ഞാനെന്തൊക്കെയാലും എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളെ മുമ്പിൽ കാണുന്നതാണ് കാടാമ്പുഴ അരുവി. ഇവിടെ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വക ആയിരിക്കും. പക്ഷെ ഇവിടെ ഏതെങ്കിലും പാസും കാര്യങ്ങളും ഒന്നുമില്ല. ഫ്രണ്ടിലൊരു പാലമുണ്ട്, അത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഇറങ്ങുന്നവരെങ്ങനെയാണേലും ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ഇറങ്ങുക. നീന്തലിറങ്ങിയപ്പം യാതൊരു പ്രയോജനമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ അടിപൊളിയായിരിക്കും. ഈ വെഡിങ് വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. പാസോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ വന്നിറങ്ങാം. ഞാൻ എങ്കിലും അതിലെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടു. ഇതാണ് നമ്മുടെ പ്രധാന കാടാമ്പുഴ വെള്ളച്ചാട്ടം. മണ്ടയ്ക്ക് കുളിക്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയും ഉണ്ട്. ഇതാ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൈഡ് വ്യൂ ആണ്. നല്ല രസമല്ലേ കാണാൻ. ഇതാണ് ഇവിടുത്തെ കുളിക്കടവ്. നല്ല ആഴമുള്ള സ്ഥലമാണ്. നീന്തൽ അറിയാവുന്നവർ മാത്രം ഇറങ്ങാം. മൺസൂൺ സമയത്തായതുകൊണ്ട് നല്ല ഒഴുക്കുമാണ്. പക്ഷെ അതുപോലെ തന്നെ അടിപൊളിയാണ്. ആദ്യമൊന്നും ചാടാൻ എനിക്കും പ്ലാനില്ലായിരുന്നു. ഇവരൊക്കെ കിടന്ന് കുളിക്കുന്ന കണ്ടപ്പോഴത്തേനും ഓർത്തു കൊടുത്ത് ഞാനും ഇറങ്ങി. എല്ലാവർക്കും നല്ല ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ കാടാമ്പുഴ വാട്ടർഫോൾസ്. പിന്നെ നീന്തലറിയാത്തവരാരും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാടാമ്പുഴയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.